ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ എവരിബഡി. എല്ലാ മുത്തുമണികളും സുഖമായിട്ടിരിക്കുന്നോ? ഹാപ്പി ആയിട്ടിരിക്കുന്നോ? എന്താണ് ഇന്ന് വിശേഷം? ഇന്ന് നല്ലൊരു സാറ്റർഡേ, മഴയായിരിക്കും അല്ലേ? നാട്ടിലെല്ലാവർക്കും എല്ലായിടത്തും തന്നെ മഴയാണെന്നാണ് ഞാൻ പറഞ്ഞത്. സ്കൂളുകൾക്കൊക്കെ അവധിയാണ്. എല്ലാവരും ജാഗ്രത പാലിക്കണം എന്നൊക്കെ ഞാനിങ്ങനെ കണ്ടിരുന്നു. വീട്ടിൽ വിളിച്ചപ്പോഴും പറഞ്ഞിരുന്നു. എല്ലാ മുത്തുമണികളും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നു. ഫുഡ് കഴിച്ചോ? സുഖമാണോ? പിന്നെ ഞാൻ ഇന്നിപ്പോൾ എന്താ ഇങ്ങനെ ഒരു വീഡിയോയിലേക്ക് വരുന്നതെന്ന് ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? എന്തായാലും ഞാൻ പറയാം. ഞാൻ 2022 ദുബായിലായിരുന്നു കേട്ടോ. പക്ഷേ ഞാനതൊരു മലയാളികളുടെ വീട്ടിലായിരുന്നു കെയർ ഗിവറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇന്ന് ഞാൻ കുവൈറ്റിലാണ് കേട്ടോ. അറിയാലോ, എല്ലാവർക്കും അറിയാലോ, ഞാൻ കുവൈറ്റിലൊരു 4 വയസ്സുള്ളൊരു ഓട്ടിസം പേഷ്യൻറ്റിനെയാണ് നോക്കുന്നതെന്ന് എല്ലാ മുത്തുമണികൾക്കും അറിയാം അല്ലേ? അപ്പം ഞാനിവിടെ ആദ്യം വന്നപ്പോൾ തൊട്ട് നല്ലൊരു ഫാമിലീനെയാണ് എനിക്ക് കിട്ടിയത്. അതായത് അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നല്ലൊരു ഫാമിലീനെയായിരുന്നു കേട്ടോ എനിക്ക് കിട്ടിയത്. എനിക്കതിനകത്ത് വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടാണ് വന്നത്. കാരണം ഇവിടെ കുവൈറ്റിൽ നിന്ന് പറഞ്ഞു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയാം, ചില വീടുകളിൽ ഭയങ്കര പീഡനം, നമ്മളെത്ര ചെയ്താലും ശരിയാവത്തില്ല, അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. എന്തായാലും എനിക്ക് കിട്ടിയ വീട് ഒരു ഭയങ്കര സൗഭാഗ്യമുള്ള വീടായിരുന്നു കേട്ടോ. പറയാതിരിക്കാൻ പറ്റത്തില്ല. ദൈവത്തിന് 1000 നന്ദി മാത്രമേ എനിക്കുള്ളൂ. പിന്നെ ഞാൻ വന്ന് കയറി ഈ വീട് ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യുകയാണ് കേട്ടോ. അതായത് വേറൊരു പുതിയ വീട് ഇവർ പണിതിട്ടുണ്ട്, അവിടേക്ക് മാറുക. പക്ഷേ ഇവിടെ ഫാമിലിയിലുള്ളവരെല്ലാവരും ഓൾറെഡി മാറി, ഇവർ മാത്രമേ മാറാത്തുള്ളൂ. അതായത് ഞാൻ നിൽക്കുന്ന ഈ ഫാമിലി മാത്രമേ ഇപ്പം മാറാത്തതുള്ളൂ. എനിക്ക് ഈ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ആദ്യം വന്ന് താമസിച്ചാൽ അവിടെ നിന്ന് നമുക്ക് മാറുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു വിഷമം ഉണ്ടാവുമല്ലോ. അങ്ങനെ എനിക്കും അതുപോലെ തന്നെ ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. പിന്നെന്താ പറയാനുള്ളത്, നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ വീടിൻ്റെ സിറ്റുവേഷനോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കാണിക്കാൻ പറ്റില്ല. എല്ലാവർക്കും അറിയാലോ, ഇവിടെ ഉള്ളവരെയോ ഈ വീട് എങ്ങനെയാണ് എന്നൊന്നും എനിക്ക് കാണിക്കാൻ പറ്റില്ല. പിന്നെ ഒട്ടുമിക്ക ലൈവിലൊക്കെ വന്ന് ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നത് കണ്ട് ഏകദേശം ഒരു ഗ്രാഹ്യം നിങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ഒരു ഹാപ്പി ന്യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നലെ രാത്രിയിലോടുകൂടി നമുക്ക് 5K സബ്ബായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മുത്തുമണികളെല്ലാവരും എൻ്റെ കൂടെ ചങ്കായിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കില്ലേ, ഈ ചേച്ചി എന്തായാലും ഒന്ന് വീട് മാറിയിട്ട് പോലും ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ, എന്നെ ഒന്ന് ആ റൂമൊന്ന് കാണിച്ചില്ലല്ലോ എന്ന് വിചാരിക്കില്ലേ? എൻ്റെ മുത്തുമണികൾക്ക് സങ്കടം ആവുമല്ലോ. ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എവിടെ പോകുന്നു, എന്നെ സ്നേഹിക്കുന്ന മക്കൾ അല്ല എന്നെ സ്നേഹിക്കുന്ന മുത്തുമണികളെല്ലാം അത് ആഗ്രഹിക്കുന്നുണ്ടാവും. ചേച്ചിയുടെ വീട് അല്ലെ ചേച്ചി നിൽക്കുന്ന റൂം, ഇതൊന്നും ഞാൻ ഇന്നേ വരെ വീഡിയോ എടുത്ത് കാണിച്ചിട്ടില്ല അല്ലേ. ഇന്നലെ ലൈവ് കഴിഞ്ഞതിന് ശേഷം ഫുള്ള് പാക്കിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ കുട്ടീനെ ഫ്രഷ് ആക്കിയതിന് ശേഷം അത്യാവശ്യം പാക്കിങ്, ഡ്രസ്സെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ച് അത്യാവശ്യം പാക്കിങ്. ഇന്ന് 12 മണി ഞാൻ പറയാമെന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് മാറാൻ പറ്റുമോ? കാരണം ഡ്രൈവറിനെ കൊണ്ടുവന്ന് വലിയ വണ്ടി കൊണ്ടുവന്നിട്ട് ആ വണ്ടിക്കകത്ത് ഇവിടുത്തെ കട്ടിൽ, ബെഡ്, സാധനങ്ങളെല്ലാം കയറ്റണം. അപ്പം ഇന്ന് വണ്ടി വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ ആയിരിക്കും പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ പോയാൽ മതിയായിരുന്നു. എനിക്കിഷ്ടമില്ല വേറൊരു റൂം മാറുന്നത്, എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളാദ്യം നമ്മുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വീട്ടിലോട്ട് വരുമ്പം നമുക്കുണ്ടാകുന്നൊരു ഫീലിംഗ് ഉണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ ഈ വീട് ഞാൻ വന്നപ്പോൾ തൊട്ട് എൻ്റെ സ്വന്തം എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ നിന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ന് മിക്കവാറും ലൈവും ഉണ്ടാവില്ല. ഞാൻ ഇവിടുന്ന് മാറിയില്ലെങ്കിൽ മാത്രമേ ഇന്ന് ലൈവ് ഉണ്ടാവുള്ളൂ കേട്ടോ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, ഇവിടെ എല്ലാവരും ഉണ്ട്, നമ്മൾ അന്നേരം ലൈവ് വരുന്നതും പോകുന്നതൊന്നും ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ തന്നെ എടുത്തിടാമെന്ന് വിചാരിച്ചേട്ടോ. ഞാൻ നിങ്ങളോടൊന്ന് പറയണമല്ലോ, എൻ്റെ മുത്തുമണികളെല്ലാവരും എന്നെ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നെ കാണണം എന്ന് സ്നേഹിക്കുന്നുണ്ടെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ മുൻകൂറായിട്ട് ഇങ്ങനെ വീഡിയോ എടുത്ത് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് പോകുന്ന കാര്യം ഓർക്കുമ്പോൾ, ഇവിടുന്ന് തൊട്ടപ്പുറത്തെ വീടാണ്, നമ്മുടെ അല്ല, സ്വന്തം അല്ല എന്നിരുന്നാലും നമുക്ക് വേഗം ഒന്ന് ചേഞ്ച് വരുമ്പോൾ നല്ല വിഷമം ഉണ്ടാവില്ലേ. ഇതെനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്, എൻ്റെ സ്വന്തം റൂം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇരുന്നത്. നമ്മൾ താമസിക്കുന്നിടത്തുനിന്ന് വേറൊരിടത്തോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും വിഷമമുണ്ടാകും. അതേ ഫീലിംഗ് തന്നെയാണ് എനിക്കിന്ന് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ റൂം ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം, എങ്ങനെയായിരുന്നു ഇവിടുത്തെ ഫെസിലിറ്റി കാര്യങ്ങളെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ റൂം. അത് പേഷ്യൻറ്റിൻ്റെ റൂമാണ് കേട്ടോ. പക്ഷെ നമുക്കതവിടെ കാണിക്കാൻ നമുക്ക് യാതൊരു പെർമിഷൻ ഇല്ല, അത് കുട്ടി കിടക്കുന്ന റൂമായിരുന്നു. പിന്നെ ഇതാണ്. പിന്നെ എനിക്ക് ഇവിടെ നിന്നുള്ള സിറിഞ്ച് കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്യണം. ചില സിറിഞ്ചൊക്കെ ഉണ്ട്, ബാക്കി സിറിഞ്ചുകളൊക്കെ കൊണ്ടുപോയിരിക്കുന്നു.
ഉണ്ടാവും. ഗ്രാവിറ്റി ബാഗുകൾ എല്ലാം ഉണ്ട്. അപ്പം ഇത് കുട്ടിയുടെ മിൽക്ക് ബാഗാണ്, പീഡിയാഷുവറാണ്, കാണുന്നുണ്ടാവും അല്ലേ. പിന്നെ ഇതാണ് കേട്ടോ എനിക്ക് ആകെയുള്ള ഒരു പെട്ടി എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇത് കുട്ടിയുടെ മെഡിസിൻ ബോക്സുകളാണ്. പിന്നെ എനിക്കുണ്ടായിരുന്ന അലമാരിയെല്ലാം ഞാൻ ഫുള്ള് ക്ലീൻ ആക്കി കേട്ടോ, ഒന്നുമില്ല. ഇനിയിപ്പം കുറച്ച് കവറുകൾ മാത്രമേ ഇവിടെ ഉള്ളൂ. ഫുൾ എം ടി ആക്കിയിട്ടുണ്ട്. പിന്നെ ഇത് പറഞ്ഞ പോലെ ചേഞ്ചിങ് മാറ്റാണ്, കുട്ടീനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചേഞ്ചിങ് മാറ്റാണ്. പിന്നെ ഡബിളായിരുന്നു കേട്ടോ നമ്മുടെ കിടക്കുന്നത്. പക്ഷേങ്കിൽ ഇവിടെ ആരും അങ്ങനെ കിടക്കുന്നില്ല. ഇവിടെ കുട്ടിയുടെ സാധനങ്ങളൊക്കെ കൊണ്ട് വയ്ക്കലായിരുന്നു പരിപാടി. ഇവിടെ ഒന്ന് ക്ലീനൊന്നും ആക്കിയിട്ടില്ല. ഇനിയിപ്പോൾ ഇവിടെ ഒന്നുകൂടി ഒന്ന് ക്ലീൻ ആവണം. അവർ വന്ന് എനിക്ക് അധിക സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ, കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളൂ. കാരണം ഞാനിവിടെ വന്നിട്ട് അധിക സാധനങ്ങളൊന്നും മേടിച്ചിട്ടില്ല. അത്യാവശ്യം ഡ്രസ്സ് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിനകത്തും കുറച്ച് യൂണിഫോം എല്ലാം വെച്ചേക്കുന്നത്, അതിനകത്ത് നൈറ്റ് ഡ്രസ്സ്, അത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ ബെഡ്ഷീറ്റ്, കവറ്, സാധനങ്ങളെല്ലാം. ഇത് പിന്നെ എൻ്റെ പഠിക്കുന്ന ബുക്കാണ് കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നല്ലോ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെയാണ്. ഇനി ഇതായിരുന്നു എൻ്റെ സ്വന്തം റൂം. ഞാൻ ഇവിടെ ഇരുന്ന് ഒത്തിരി കോമഡി ചെയ്യുകയും ഡാൻസുകൾ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു മുറിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇതാണ് കേട്ടോ എൻ്റെ ബാത്റൂം ഉണ്ടായിരുന്നത്. അപ്പം കാണുന്നുണ്ടോ, ഇത്ര ഫെസിലിറ്റിയൊക്കെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. എല്ലാം എന്തായാലും ഞാനൊന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടില്ലേ, ഇതായിരുന്നു കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് എടുത്തിട്ടേ ഉള്ളൂ. എന്തായാലും സത്യം പറയാലോ, എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഇരുന്ന് കോമഡി അടിക്കുകയും ഡാൻസ് കളിക്കുകയും എനിക്ക് ഭയങ്കര ഉൾക്കൊള്ളാൻ പറ്റിയൊരു റൂമായിരുന്നിത്. പക്ഷേ ഇനി പോകുന്നിടത്ത് പറയുന്നു ഫിലിപ്പിനെയും അതായത് നേഴ്സിനും ഫിലിപ്പിനിക്കും കൂടിയിട്ട് ഒരു ബാത്റൂമാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എനിക്കതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫിലിപ്പീൻസിൻ്റെയൊക്കെ കൂടെ ബാത്റൂം ഒരുമിച്ച് യൂസ് ചെയ്യുന്നതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇനിയുള്ളിടത്തും ഇതുപോലെ തന്നെ നമുക്ക് യൂട്യൂബ് ചെയ്യാനും ലൈവിൽ വരാനും അതിന് പറ്റിയൊരു റൂമായിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് എൻ്റെ കൂടെ ഉണ്ടാവണം. അപ്പം എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ മുത്തുമണികൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. അതുപോലെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും പുതിയ ആൾക്കാരാണെങ്കിൽ എല്ലാവരും എന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും, ഇഷ്ടമാണെങ്കിൽ എൻ്റെ ഷോർട്ടുകൾ വീഡിയോസ് എല്ലാം ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം എല്ലാവരുടെയും പ്രാർത്ഥനയും ആയുസ്സും ആരോഗ്യത്തോടും കൂടി തന്നെ നാട്ടിലേക്ക് തിരിച്ചു വരാനും എല്ലാവരെയും വന്ന് കാണാനും നമുക്ക് ചെറിയ നമ്മുടെ വീഡിയോസൊക്കെ എടുക്കാനും ഒക്കെ പറ്റാൻ വേണ്ടിയിട്ട് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം മേ ബി ഇന്ന് ഇതിപ്പം നമ്മുടെ ഈ റൂമിൽ നിന്നുള്ള ലാസ്റ്റത്തെ വീഡിയോ എടുക്കലാവും. അതുപോലെ ലൈവ് ആണെങ്കിലും ഷോർട്സ് ആണെങ്കിലും ഒന്നും ഇനിയിപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിവിടെ ഫുള്ള് ഇതൊക്കെ ഇപ്പം വന്ന് എടുത്തിട്ട് പോകും. ബെഡ് കട്ടിലെല്ലാം ഇവിടുന്ന് കൊണ്ടുപോകും. എന്തായാലും സപ്പോർട്ടിനായിട്ട് എല്ലാവരും കൂടെ ഉണ്ടാവണം. ഇനിയിപ്പോൾ ലാസ്റ്റത്തെ വീഡിയോ ആണെന്ന് വിചാരിക്കുന്നുണ്ട്. അതിന് മുമ്പായിട്ട് എല്ലാവരും ഇതൊന്ന് കാണിക്കണം, എന്താണ് ഇവിടുത്തെ ഫെസിലിറ്റി എന്നൊക്കെ ഒന്ന് അറിയണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത്. എന്തായാലും എന്നെ ഇത്രയും വരെ എത്തിച്ച എന്നെ 5K സബ്ബാക്കി തന്ന എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പം വീണ്ടും പുതിയ വീട്ടിൽ ചെന്നതിന് ശേഷം വീഡിയോ എടുത്തിടാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ പഴത്തിൻ്റെ ഒരു വീഡിയോ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് പഴുത്തിട്ടുമില്ല. എനിക്കിനി അത് എടുത്തിടാനും പറ്റുമെന്ന് തോന്നുന്നില്ല. എനിക്കിതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. കാരണം അത് പഴുക്കുന്ന ഒരു പരുവം എനിക്ക് എടുത്തിടണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇനി അത് പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഞാൻ ഇവിടുന്ന് മാറുകയല്ലേ. അതെന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ചെല്ലുന്ന സ്ഥലം ഒരു സിറ്റി പോലെയാണ് കേട്ടോ. മെയിൻ റോഡരികാണ്, തൊട്ട് വീടുകളാണ്. ഇതെന്ന് പറയുമ്പം ഒരു സെപ്പറേറ്റ് ഹോമായിരുന്നു കേട്ടോ. ഒരു സൈഡിൽ സെപ്പറേറ്റ് ഹോമാണ്. ഇവിടെ അടുത്തെങ്ങും ആരില്ല. പിന്നെ ഇവരുടെ തന്നെ ഒരു ബംഗ്ലാവ് പോലെ തന്നെ ശരിക്കും ഒരു രാജകുടുംബം പോലെ തന്നെയായിരുന്നു. പക്ഷേ ഇനി ഇവിടുന്ന് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ കൂടെ എന്നെ ഓർക്കുക കേട്ടോ. ഓക്കെ, ബൈ മുത്തുമണികൾ. ബൈ ടേക്ക് കെയർ ഓൾ ഓഫ് യു.